ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മിഴികളിൽ നിന്ന് സന്ദേശം പുറപ്പെടും. കണ്ണുകളിലേക്ക് നോക്കിയാൽ സ്നേഹത്തിൻ്റെ ഭാഷ, വിനയത്തിൻ്റെ ഭാഷ, ശാന്തതയുടെ ഭാഷ, കോപത്തിൻ്റെ ഭാഷ, വെറുപ്പിൻ്റെ ഭാഷ, ദുഃഖത്തിൻ്റെ ഭാഷ തുടങ്ങിയുള്ള ഭാവങ്ങൾ മനസ്സിലാവും. മനസ്സിലെ വികാരങ്ങൾ കണ്ണുകളിൽ നേളിക്കുന്നുണ്ടാവും. സ്നേഹമുള്ള ഒരാളെ കണ്ടുമുട്ടുമ്പോൾ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് തിളങ്ങി നിൽക്കും. എന്നാൽ ഭയം ഉളവാക്കുന്ന ഒരാളുടെ സാന്നിധ്യം കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെടുത്തുന്നു. ആകുലതയും നിരാശയുമുള്ള ഒരാളുടെ കണ്ണുകൾ താഴ്ന്നും ചൈതന്യം നഷ്ടപ്പെട്ടുമിരിക്കും. ഇപ്രകാരമുള്ളവർ മനസ്സിനെ നില മറയ്ക്കാൻ ശ്രമിച്ചാലും അവരുടെ കണ്ണുകളിൽ ശോകം നിഴലിടും. കുറ്റബോധമുള്ളവർ പലപ്പോഴും മുഖത്തേക്ക് നോക്കി സംസാരിക്കാറില്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നോക്കുവാൻ അവർക്ക് ഭയം തോന്നുന്നുണ്ടാകണം. ഭയാശങ്കകളോടെ അടുത്തെത്തുന്നവരുടെ ഉള്ളിലുള്ള തീയണയ്ക്കുവാൻ ശാന്തമായൊരു നോട്ടം മാത്രം മതി. ദൈന്യതയോടെയുള്ള നോട്ടം ഹൃദയം അലിയിപ്പിക്കും. ശാന്തതയോടുള്ള നോട്ടം സമാധാനം പകരും. കോപത്തോടുകൂടിയുള്ള നോട്ടം അസ്വസ്ഥത സൃഷ്ടിക്കും. സ്നേഹത്തോടു കൂടിയുള്ള നോട്ടം വാത്സല്യം ജനിപ്പിക്കും. ആഹ്ലാദത്തോടു കൂടിയുള്ള നോട്ടം ആനന്ദം നിറയ്ക്കും. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്കെന്ന് കർത്താവ് പറഞ്ഞതിന് വളരെ അർത്ഥമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഈ ലോകപ്രകാരമുള്ള പ്രകാശം നൽകുന്നത് കണ്ണുകളാണ്. കണ്ണ് കേടുള്ളതാണെങ്കിൽ നമ്മുടെ ശരീരത്തെ കാണുവാൻ സാധിക്കുകയില്ല. ശരീരത്തെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നത് കണ്ണാണെന്നത് ഒരു പരമാർത്ഥം മാത്രമാണ്. കണ്ണിന് കേട് വന്നു പോയാൽ നമ്മുടെ ശരീരം ഇരുട്ട് തപ്പിത്തടയുവാൻ ഇടയായിത്തീരും. അന്ധന്മാർക്ക് ഈ ലോകത്തിൻ്റെ വെളിച്ചത്തെ അവരുടെ ശരീരത്തിന് കൊടുക്കുവാൻ സാധിക്കുകയില്ല. ലോകപ്രകാരമുള്ള നിക്ഷേപങ്ങൾ കാണുവാൻ കണ്ണുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇതുപോലെ ആത്മീയ നിക്ഷേപങ്ങൾ കാണുവാൻ നമ്മുടെ ആത്മീയ കണ്ണിന് കാഴ്ചയുണ്ടായിരിക്കണം. ആത്മീയ കണ്ണുകൾക്ക് നമ്മിലേക്ക് വെളിച്ചം പകരുവാൻ സാധിക്കും. അപ്രകാരമുള്ള ക്രമീകരണത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് സ്വർഗീയ വെളിച്ചമായി കടന്നു വന്നത്. സ്വർഗീയ വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും ആ വെളിച്ചത്തെ അറിയാതിരിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതുമാണ് ദൈവത്തോടുള്ള മതലിപ്പ് എന്ന് പറയാൻ സാധിക്കും. വെളിച്ചത്തെ ഇരട്ടാക്കിയാൽ ആ ഇരുട്ട് കുരുട്ടായിരിക്കുമെന്ന് സത്യം യേശു ക്രിസ്തു വെളിപ്പെടുത്തി. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ പ്രകാശിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ആത്മാവിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ടാകും. പ്രശ്നങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ അന്ധകാരം നിറയുമ്പോൾ ലോകത്തിന് വെളിച്ചമായ കർത്താവിനോട് ചേർന്ന് നമുക്ക് പ്രകാശം നിറഞ്ഞവരായിട്ട് തീരാം.